കൂട്ടുകാരെ, നിങ്ങളെ ഏവരെയും ഈ തിരുവിരുന്ന് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. സുഖമാണോ എല്ലാവർക്കും? സന്തോഷമാണോ? നോക്കട്ടെ എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷം ഉണ്ടോന്ന്. ചിരിക്കാതിരിക്കുന്നവരാരും ഇല്ല അല്ലേ? ചിരിച്ച മുഖം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇനി ഈ നമ്മളെ സൃഷ്ടിച്ചാരാ? ഈ പ്രപഞ്ചം സൃഷ്ടിച്ചാരാ? നമുക്കെല്ലാം തന്നതാരാ? അപ്പൊ ദൈവത്തിന് നമ്മൾ നന്ദിയും സ്തുതിയും പറയണം അല്ലേ? അപ്പൊ ഇതിങ്ങനെ ചെറിയ താത്തി പറഞ്ഞാൽ മതിയോ? അല്ല അല്ലെ, നല്ല ശക്തിയോടെ പറയണം. ഒന്നുകൂടെ പറഞ്ഞ എല്ലാവരും നല്ല ശക്തിയോടെ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞു. പഠിക്കുന്നുണ്ടോ എല്ലാവരും നന്നായിട്ട്? സ്കൂളിൽ ടീച്ചേഴ്സ് ഹോംവർക്കൊക്കെ തന്നാൽ അതൊക്കെ ചെയ്തിട്ടാണോ വരുന്നേ? അതെ അല്ലേ? പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്റർവെല്ലിന്റെ സമയത്തും അതുപോലെ ഉച്ച സമയത്ത് നിങ്ങൾ ഊണ് കഴിക്കാനൊക്കെ വിടും സ്കൂളിലല്ലേ? ആ സമയത്ത് നിങ്ങൾ ഊണ് കഴിച്ചിട്ട് എന്താ ചെയ്യുന്നേ? വേഗം ചോറുണ്ടിട്ട് ഓടി വന്നിട്ട് കളിക്കും അല്ലേ? കളി എല്ലാവർക്കും ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ കളി? എല്ലാവർക്കും കളി ഇഷ്ടമാണ്. അപ്പം നമ്മളും ഇവിടെ ചെറിയൊരു കളി കളിക്കുക. സ്കൂളിൽ കളിക്കുന്ന പോലെ എല്ലാവർക്കും കളിക്കാൻ പറ്റൂല. പിന്നെ ഇതൊരു ചെറിയൊരു മത്സരക്കളി. അപ്പോൾ കണ്ടിരിക്കാൻ കുറച്ച് പേര് വേണ്ടേ? അവരെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആയിട്ട്. മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഉപയോഗിച്ചുള്ള കളികൾ ഏറി വരുമ്പോൾ നാം നമ്മുടെ കൂട്ടുകാരുമൊത്തുള്ള കളികൾ മറന്നുപോയോ എന്നൊരു സംശയം. അതുകൊണ്ട് കൂട്ടുകാരുമൊത്ത് നല്ലൊരു കളി കളിച്ചാലോ? അപ്പം 4 പേരാണ് കളിക്കുക. ഇത് നമുക്ക് ബോയ്സിന് അവസരം കൊടുക്കാം അല്ലേ? 4 ബോയ്സിനെയാണ് ആവശ്യം ഈ ഗെയിമിന്. അതിൽ 2 ടീമായിട്ടാണ് കളിക്കുക. അപ്പം നമുക്ക് കളി തുടങ്ങാം അല്ലേ? 4 പേരാരാ വരിക? അല്ല ഉഷാറായിട്ട് എണീറ്റ് വന്നേ, ശക്തിയോടെ വാ. പേടിയുണ്ടോ ഗെയിം കളിക്കാൻ? തോറ്റാലും ജയിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ നീ ഇവിടെ വന്നിരിക്കുക. ആരാ ഫ്രണ്ടിൽ നിൽക്കുക? നിന്നോ, അങ്ങോട്ട് മാറിയെന്നോ. അപ്പം 4 പ്ലേറ്റ് നിങ്ങൾക്ക് ഞാൻ തരും. കയ്യിൽ വെക്കുക, കല്ല് വെക്കുക, ഷോൾഡറിൻ്റെ ഇവിടെ വെക്കുക കേട്ടോ. അവിടെ പോയി ബക്കറ്റിൻ്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരിക. ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് കൊടുക്കുക. പെപ്പർ പ്ലേറ്റ് മേടിച്ചോണ്ട് അവിടെ വരെ വെക്കുക. ആരാദ്യം എത്തുന്ന നോക്കാം അല്ലേ? പിടിച്ചോ. പേടിക്കണ്ട കേട്ടാ. കയ്യിലുള്ളത് പോയാൽ പിന്നെ എടുക്കാൻ പാടില്ല. റെഡിയായോ രണ്ടുപേരും? നമുക്ക് തുടങ്ങാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഒന്ന് കൈ അടിച്ചേ, പ്രോത്സാഹിപ്പിച്ചോ. കളി കഴിഞ്ഞു അല്ലേ? കണ്ടല്ലാരും ശരിക്കാ? എന്നിട്ടോ കളി ഇഷ്ടമായോ? ഇവിടെ വന്നിരുന്ന നിങ്ങള് കളി ഇഷ്ടമായോ? കളിച്ചോടെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ? ഇവരെങ്ങനെയാ കളിച്ചോന്നും ഇഷ്ടമായോന്നും പേടി തോന്നിയെന്നും ഒക്കെ അല്ലേ? കളിക്കാൻ ഇഷ്ടമായിരുന്നോ? ഇഷ്ടമായിരുന്നോ? ആരും ജയിച്ചാരായിരുന്നു? ഏത് ടീമാ ജയിച്ചേ? 2ാം ടീം. മോൻ്റെ പേരെന്നായിരുന്നു? ജിയോയുടെ ടീമാണ് ജയിച്ചത്. നമുക്കൊരു ക്ലാപ്പ് കൊടുക്കാം. പിന്നെ ആദ്യത്തെ ടീമും കളിച്ചു അല്ലേ? പക്ഷെ പേപ്പർ വീണുപോയി. എന്നാലും പേപ്പർ പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ഫിനിഷിംഗ് പോയിന്റ് വരെ എത്താണ്ടിരുന്നോ? പോയി അല്ലേ? അപ്പം ഇവർക്കൊരു ക്ലാപ്പ് കൊടുത്തരേ. ഇനി പേപ്പർ പോയത് ആരുടെ കയ്യിൽ നിന്നായിരുന്നു? പേടി തോന്നിയോ? എന്നാലും കൊച്ചു കളിച്ച് തീർത്തല്ലോ അല്ലേ? അപ്പോൾ അതിന് നിങ്ങളവിടെ പോയിരുന്നോ? അപ്പം കളി കണ്ടവർക്കും കളിച്ചവർക്കും ഒക്കെ ഇഷ്ടമായി, പേടി തോന്നിയില്ല. നമ്മൾ ഇഷ്ടം പോലെ കാണാറുണ്ട്. ആ കളിയിൽ നമ്മൾക്ക് എന്തെങ്കിലും തോന്നാറുണ്ടോ? ജയിച്ചോ തോറ്റോ എന്ന് മാത്രം തോന്നും അല്ലേ? ഈ കളിയിൽ ഒരു ചെറിയ കാര്യമുണ്ട്. അതെന്താന്ന് പറയട്ടെ? നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ ഒത്തിരി നന്മകളൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ നമ്മുടെ മാതാപിതാക്കൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ലേ? നല്ല കാര്യങ്ങൾ, എല്ലാവരും സ്നേഹത്തോടെ പെരുമാറണം, മറ്റുള്ളവരെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അല്ലേ? നമ്മളതിപ്പോൾ ഒക്കെ കേൾക്കും. അതുകൊണ്ട് നമ്മൾ പെരുമാറുന്നത് എങ്ങനെയാ? അതുപോലെ തന്നെയാണോ? അല്ല. ഇപ്പം ഞാൻ ഇവിടെ കയ്യിൽ പേപ്പർ പ്ലേറ്റാണ് കൊടുത്തത് അല്ലേ? കനമുണ്ടോ ഒത്തിരി? ഇല്ല. നമ്മുടെ ഉള്ളിലുള്ള ഈ നന്മയും നമുക്ക് കളയാതെ അങ്ങ് വരെ കൊണ്ടുപോയിട്ട് ജീവിക്കാൻ നമുക്ക് എളുപ്പമാണ്. വലിയ കനമൊന്നും അതിനില്ല.
പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ജീവിതത്തിൽ എന്തെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ അല്ലെങ്കിൽ നമുക്കൊരു കുരുത്തക്കേട് കാണിക്കാൻ തോന്നുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മൾ ചെയ്യും. ഒരു കുട്ടി ഒരാളെ നമുക്ക് അടിക്കണമെന്ന് തോന്നി, എന്തെങ്കിലും വഴക്ക് കൂടി ഒരടി, ആൺപിള്ളേരാണ് കൂടുതൽ അടി നടത്തുക അല്ലേ? എന്ത് ചെയ്യും? തിരിച്ച് അങ്ങോട്ടടിക്കും ഇങ്ങോട്ടടിക്കും. അങ്ങനെയെല്ലാം നമ്മുടെ ഉള്ളിലുള്ള നന്മ നമ്മൾ കളയുക ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലുള്ള നന്മ കളയാതെ നമുക്ക് അവസാനം വരെ ജീവിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവും? എന്താ ഉണ്ടാവുന്നേ? നന്മയുണ്ട്. നമ്മുടെ ഉള്ളിൽ നന്മയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും അല്ലേ? ഇങ്ങനെ വിജയിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് കളയാതെ വേണം നമ്മൾ പോകാൻ. ഇപ്പോൾ കളിയിൽ നമുക്കറിയാം പേപ്പർ പ്ലേറ്റ് പോയ ടീം തോറ്റുപോയി. അങ്ങനെ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? കുറേ നന്മയൊക്കെ നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ജീവിച്ച് തീർത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലുള്ള നന്മ ഒരിക്കലും കളയാതെ എന്തൊക്കെ വിഷമം വന്നാലും നമ്മൾ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട്, നല്ല കുട്ടികളായിട്ട് പോകാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. അമ്മയും അപ്പച്ചനും ഒക്കെ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നീ ഇങ്ങോട്ടേക്ക് വന്നേ. എന്താടാ നീ അറിഞ്ഞോടാ ഡോണിയുടെ പപ്പയെ പ്രിൻസിപ്പൽ സ്കൂളിലേക്ക് വിളിപ്പിച്ചത്? ഇല്ലടാ. എന്തിനാ? അവൻ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതിന്. അതിനവൻ നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ, പിന്നെ എന്തിനാണ് അവൻ ഈ പണി ചെയ്തത്? അവനോട് ചില കൂട്ടുകാർ പറഞ്ഞു കൊടുത്തു, കോപ്പി അടിക്കുന്നത് തെറ്റല്ല, അതെല്ലാവരും ചെയ്യുന്നതാണെന്ന്. കഷ്ടം. കൂടുതൽ മാർക്ക് വാങ്ങാൻ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ വല്ലാത്തൊരു മാർഗം തന്നെ. ലക്ഷ്യം നേടാൻ മാർഗവും നല്ലതായിരിക്കണമെന്ന് നമുക്ക് അവനോട് പറഞ്ഞു കൊടുക്കാം അല്ലേ? നമുക്ക് അവനെ സിസ്റ്ററിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. ആ ശരിയാ, നീ വാ. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? അതെ. ഇഷ്ടംപോലെ കഥകൾ കേട്ടിട്ടില്ലേ നിങ്ങള്? ഉണ്ട്. വീട്ടിൽ നിന്ന് അമ്മ കഥ പറഞ്ഞു തരാറുണ്ട് ചെറുപ്പത്തിലെ അല്ലേ? വലുതായി കഴിയുമ്പോൾ അമ്മ കഥയൊക്കെ വിട്ട് കളയും. പിന്നെ സ്കൂളിൽ വന്ന ടീച്ചേഴ്സ് ചിലപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞു തരാറുണ്ട് ഇല്ലേ? അത് ആമയും മുയലും കൂടെ ഓട്ടപ്പന്തയം വെച്ച കഥയും പ്രാവിൻ്റെയും ഉറുമ്പിൻ്റെയും ഒക്കെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ കുഞ്ഞു കഥകൾ കേൾക്കേണ്ട കുട്ടിപ്രായം ഏതാണ്ട് കഴിഞ്ഞു വരുവാ നിങ്ങളുടെ അല്ലേ? അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്കൊരു സംഭവ കഥ പറയാം. ഒരാളുടെ അനുഭവ കഥ ജീവിതത്തിൽ സംഭവിച്ച കാര്യം കേട്ടോ. 1964 നല്ല തണുപ്പുള്ള ഒരു പ്രഭാതം അവിടെ ന്യൂയോർക്കിലെ മൂർ ആൻഡ് ആഗസ്ബറി ക്വാർട്ടേഴ്സ് എന്ന ഒരു വലിയ സ്റ്റോറിലേക്ക് ഒരു സാധു വിറക് പെട്ടിയുടെ മകൻ കടന്നു ചെന്നു. അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനം മേടിക്കുവാനായിട്ടാണ് കുട്ടി അങ്ങോട്ട് പോയത്. വിദേശങ്ങളിലൊക്കെ പിറന്നാൾ സമ്മാനം കൊടുക്കുക എന്നുള്ള വലിയ കാര്യമാണ്. നിങ്ങൾക്കും ബർത്ത്ഡേക്കൊക്കെ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു തരാറില്ലേ? പക്ഷെ തിരിച്ചും നമ്മൾ അങ്ങോട്ട് കൊടുക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ മാതാപിതാക്കൾക്ക് പേരൻസിന് കൊടുക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ കുട്ടി അതിനു വേണ്ടിയാണ് അവിടെ കടന്നു ചെന്നത്. പക്ഷേ മുഷിഞ്ഞ വസ്ത്രവും അതുപോലെ തന്നെ അലസമായിട്ടുള്ള ഈ ഒരു കണ്ടപ്പോൾ തന്നെ ആ കടക്കാർക്ക് ഇവനൊരു ദരിദ്ര ബാലനാണെന്ന് മനസ്സിലായി. ഈ കുട്ടിയുടെ കയ്യിൽ സമ്മാനം മേടിക്കാൻ പൈസ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് ഇവർക്ക് സംശയം തോന്നി. കടക്കാർ എന്ത് ചെയ്തു? ഈ കുട്ടീനെ പരിഹസിച്ച് വഴക്ക് പറഞ്ഞ് അവനെ ആ കടയിൽ നിന്ന് ഇറക്കി വിട്ടു. കുട്ടി സങ്കടത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് അവൻ ആ വലിയ സ്റ്റോറിനെ നോക്കി കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട് അവൻ ആ മുറ്റത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൻ എന്താ പറഞ്ഞെന്നറിയാവോ? ഒരിക്കൽ ഞാൻ ഇതുപോലൊരു സ്റ്റോറിൻ്റെ ഉടമയാകും. അവൻ 3 പ്രാവശ്യം മനസ്സിൽ ശക്തിയോടെ പറഞ്ഞു. കുറേ കഴിഞ്ഞു, കുട്ടി വളർന്നു വലുതായി യുവാവായി. അവന് ചെറിയൊരു തട്ടുകട പോലെ ഒരു കച്ചവടം തുടങ്ങി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് കുറച്ചൊക്കെ പണമൊക്കെ സമ്പാദിച്ചു. കുറച്ചും കൂടെ വലിയ കട തുടങ്ങി. അങ്ങനെ അവൻ്റെ ബിസിനസ് ഏതാണ്ട് വിപുലമായി. ഈ കുട്ടി അവനെ ഇറക്കി വിട്ട ആ വലിയ സ്റ്റോറ് അവൻ വിലക്ക് മേടിച്ചു. അപ്പം അതിനുശേഷം പിന്നീട് ആ യുവാവ് 101 നിലകളുള്ള ലോകത്തിലെ തന്നെ നവീന അത്ഭുതങ്ങളായിട്ട് നിലകൊള്ളുന്ന 101 നിലകളുള്ള എംപയർ വലിയ ബിൽഡിങ് പണിത എൻ്റെ ഉടമയായിത്തീർന്നു. അപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വലിയ വിജയം ജീവിതത്തിൽ നേടുവാനായിട്ട് ഈ കുട്ടിക്ക് സാധിച്ചത്? അവൻ്റെ മനസ്സിൽ എന്താ ഉണ്ടായിരുന്നത്? ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്തുണ്ടായിരുന്നു? അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു അല്ലേ? അവനൊരു ലക്ഷ്യം. ഞാൻ ഇതുപോലൊരു സ്റ്റോറിൻ്റെ ഉടമയാകും. അവൻ ഉറച്ച തീരുമാനത്തോടെയാണ് പറഞ്ഞത്. അവൻ പറഞ്ഞ ആ കാര്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് നീങ്ങി.
വല്ലതും ഉണ്ടായിരുന്നോ കുട്ടിയുടെ കയ്യിൽ? ഇല്ല. അവൻ്റെ മനസ്സിൻ്റെ ഉറപ്പ്, ആ നിശ്ചയദാർഢ്യം, അതാണ് അവനെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സഹായിച്ചത്. നമ്മുടെ ജീവിതത്തിലും എന്തുണ്ടായിരിക്കണം? എപ്പോഴും ലക്ഷ്യമുണ്ടായിരിക്കണം അല്ലേ? നിങ്ങളോട് സ്കൂളിൽ ടീച്ചേഴ്സ് ചോദിക്കല്ലേ എന്താ നിങ്ങളുടെ ലക്ഷ്യം, എന്താ നിൻ്റെ ലക്ഷ്യം അല്ലേ? ഓരോരുത്തർ ഓരോ കാര്യം പറയും. ഇന്നതാണ്, എനിക്ക് ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, ടീച്ചർ ആവണം എന്നൊക്കെ പറഞ്ഞ്. ചിലപ്പം ചില കുട്ടികളുടെ ജീവിതത്തിൽ ആ ലക്ഷ്യത്തിലെത്തും, ചിലർക്ക് എത്താൻ പറ്റില്ല, പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു വണ്ടി ഓടിക്കുവാണെങ്കിൽ ആ ഓടിക്കുന്ന ഡ്രൈവർക്കൊരു ലക്ഷ്യമുണ്ടല്ലേ? ഇല്ലേ? ഇതെവിടെ കൊണ്ടുപോയി നിർത്തണമെന്ന് ലക്ഷ്യം മാറിയാണോ പോകുന്നേ? കോഴിക്കോടേക്ക് പോകേണ്ട വണ്ടി കോഴിക്കോടേക്ക് തന്നെയാണോ പോകുന്നേ? അല്ലേ? അങ്ങനെ മാറി ഓടിയാൽ അത് ശരിയാവില്ല. ഇനി ഈ നമുക്ക് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നമുക്ക് 3 കാര്യം ആവശ്യമാണ്. ഈ 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കാത്തത്. ലക്ഷ്യത്തിലെത്താനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? ആഗ്രഹം ഉണ്ടായിരിക്കണം. ആഗ്രഹമില്ലാതെ നമുക്കൊരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്തി ചേരാൻ പറ്റില്ല. പരീക്ഷയിൽ പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം, അത് ആരുടെ ഉള്ളിൽ തോന്നേണ്ട ആഗ്രഹമാണ്? നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ തോന്നേണ്ട ആഗ്രഹമാണ്. ഇല്ലെങ്കിൽ ഇല്ലാത്തവരെന്ത് ചെയ്യും? അമ്മ പറയും പഠിക്കുമോനെ, പഠിക്കുമോളെ, പുസ്തകത്തിന് മുമ്പിൽ പോയിരുന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ എടുത്ത് വായിക്കും, എങ്ങോട്ടെങ്കിലും നോക്കിയിരിക്കും. ആഗ്രഹം ആരുടെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്? അമ്മയുടെ ഉള്ളിലാണോ നിങ്ങളുടെ ഉള്ളിലാണോ? അമ്മയുടെ ഉള്ളിൽ. അമ്മയുടെ ഉള്ളിൽ ആഗ്രഹം കൊണ്ട് പോയി നമ്മളിരുന്ന് പഠിച്ചാൽ വല്ലതും പഠിക്കുവോ? ഇല്ല. ആഗ്രഹം എൻ്റെ ഉള്ളിൽ തോന്നണം അല്ലേ? ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കും. ഇനി നമുക്ക് എത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ആഗ്രഹിക്കാൻ. ആ വലിയ ആഗ്രഹങ്ങളൊക്കെ പറ്റുമോ? എനിക്കൊരു വലിയ വിമാനം മേടിച്ച് ലോകം മുഴുവൻ ഒറ്റ കയറിയിരുന്ന് കറങ്ങണം, അപ്പം നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? അതൊക്കെ ഇല്ല. അങ്ങനത്തെ വലിയ ആഗ്രഹങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. അപ്പം അതാണ് നമുക്ക് സാധിച്ചു തരുന്നേ? ദൈവം. പിന്നെ ചില ആഗ്രഹങ്ങൾ നമുക്ക് പാടില്ലാത്ത ആഗ്രഹങ്ങളും ആഗ്രഹിക്കും അല്ലേ? ഇപ്പം എനിക്കൊരു മാങ്ങ തിന്നണം. നമ്മുടെ വീട്ടിൽ മാവുണ്ട് അല്ലേ? സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വീടിൻ്റെ മുറ്റത്തൊരു മാവ് നിൽക്കുന്നുണ്ട്, നല്ല മുഴുത്ത മാങ്ങ. പോകുന്ന വഴിക്ക് ആൺകുട്ടികളൊക്കെ എന്നാ ചെയ്യും അതൊക്കെ കണ്ടാൽ? ആ മാങ്ങയുടെ ഒരു ആഗ്രഹം നോക്കുമ്പോൾ മുഴുത്തൊരു കല്ലെടുത്തിട്ട് ആ മാങ്ങയെ ലക്ഷ്യമാക്കിയിട്ട് ഒറ്റ കയറ് അല്ലേ? ചിലപ്പോൾ ഓടിൻ്റെ പുറത്തായിരിക്കും ചെന്ന് വീഴുന്നേ. ആഗ്രഹം നല്ലതാണോ? അല്ല. ആഗ്രഹം ചീത്തയാ. അപ്പം നമ്മൾ ലക്ഷ്യത്തിലെത്താനുള്ള ഒന്നാമത്തെ കാര്യം എന്താണ്? ആഗ്രഹം. നല്ല ആഗ്രഹം. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ ആഗ്രഹം നമുക്ക് സാധിച്ചു തരും. ഇനി ലക്ഷ്യത്തിലെത്താനുള്ള രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവോ? കോൺഫിഡൻസ്. നമുക്ക് നമ്മളെക്കുറിച്ച് എന്തുണ്ടായിരിക്കണം? ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം എന്നെക്കുറിച്ച് അല്ലേ? എനിക്കിത് പറ്റും, എന്നെക്കൊണ്ടിത് സാധിക്കും. ഇല്ലാത്ത കുട്ടികൾ എന്താ ചെയ്യും? പരീക്ഷയ്ക്കൊക്കെ നമ്മൾ ചോദിക്കും ചിലപ്പോൾ ചില കുട്ടികളോട്, നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമായിരുന്നോ, പഠിച്ചോ, എഴുതിയോ? എഴുതി, പക്ഷേ ജയിക്കുമോയെന്നറിയില്ല. കൈയൊക്കെ ഇങ്ങനെ തിരുമ്മി ജയിക്കുമോയെന്നറിയില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു വിശ്വാസമില്ല. ഞാൻ എഴുതിയത് ശരിയാകുമോ, ജയിക്കുമോ, പേടി, ഭയം. ശരിയാണോ അത്? അല്ല. നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ പഠിച്ചു, ഞാൻ എഴുതി, ഞാൻ ജയിക്കും. പഠിക്കാണ്ട് പോയിട്ട് ഓവറായിട്ടുള്ള ആത്മവിശ്വാസം നല്ലതാണോ? പഠിക്കാതെ പോയിട്ടോ ഞാൻ പഠിച്ചില്ലേലും ജയിക്കും. ശരിയാണോ അത്? അല്ല. അപ്പോൾ നല്ലൊരു ആത്മവിശ്വാസം നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഉണ്ടായിരിക്കണം. ചില കുട്ടികൾ +2 ഒക്കെ കഴിഞ്ഞ് അവരോട് ചോദിക്കും, നിങ്ങൾ അടുത്ത ഏത് കോഴ്സിൽ ചേരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ല ഏത് കോഴ്സിലാണ് പോകുന്നത്? അന്നേരം പറയും, അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊരു കോഴ്സും അല്ല, അമ്മ പറയുന്ന കോഴ്സിലാണ് നമ്മൾ ചേരണ്ടേ? അല്ല, എനിക്കെന്താ പഠിക്കാൻ പറ്റുന്നതെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. എൻ്റെ ശക്തിയും കാര്യങ്ങളൊക്കെ, എൻ്റെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസ്, എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആർക്കാ അറിയാവുന്നേ? ആർക്കറിയാവുന്നേ? അമ്മയ്ക്കാ? അമ്മയ്ക്ക് നിങ്ങളെ കണ്ടാൽ അറിയാം നിങ്ങൾക്ക് പേടിയുണ്ടോ, പിന്നെ നിങ്ങൾക്കിത് പറ്റുമോ. അമ്മയ്ക്ക് കുറേ അറിയാം. പക്ഷെ മുഴുവനൊന്നും മുഴുവനായിട്ട് അറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റണം അല്ലേ? കുറച്ച് മുതിർന്ന് കഴിയുമ്പം പിന്നെ മറ്റുള്ളവരും നമ്മളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അല്ലേ? നീ ഇന്നാണ്, നിൻ്റെ സ്വഭാവം ഇന്നത് മാറ്റണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളാണിത്. അപ്പോൾ അവർ പറഞ്ഞു തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് തിരുത്താനൊക്കെ ആയിട്ട് ശ്രമിക്കണം. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഇനി ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന 2 കാര്യങ്ങളാണ്
നമുക്ക് നമ്മുടെ ആത്മവിശ്വാസമില്ലായ്മയും അതുപോലെ തന്നെ അലസതയും മടിയുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ആ മടി ഉണ്ട് എങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലെത്തിച്ചേരുവോ? ഇല്ല. ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മൾ ആത്മവിശ്വാസത്തോടെ മടി കൂടാതെ നമ്മൾ ലക്ഷ്യത്തിലെത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം. ഇനി ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള മൂന്നാമത്തെ കാര്യമാണ് പരിശ്രമം. ഇതാണ് ഏറ്റവും ആവശ്യം. ലക്ഷ്യത്തിലെത്തിച്ചേരാൻ ഏറ്റവും ആവശ്യം പരിശ്രമമാണ്. പരിശ്രമിച്ചവർ മാത്രമേ ലോകത്തിൽ വിജയിച്ചിട്ടുള്ളൂ. വെറുതെ കസേര കയറി കുത്തിയിരുന്ന് കട്ടിലെ കിടന്നുറങ്ങിയവർ ജയിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു സ്പോർട്സ് ഒരു മത്സരത്തിന് പോവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? എത്രയോ വർഷങ്ങളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യല്ലേ? ഗ്രൗണ്ടിൽ ഇറങ്ങി രാവിലെ വെളുപ്പിന് നമ്മളൊക്കെ എണീറ്റ് വരുമ്പോഴത്തേനും കുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ തന്നെ സ്കൂളിൽ കാണാം അല്ലേ? പ്രാക്ടീസിന് കുട്ടികൾ നേരത്തെ സ്പോർട്സ് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുന്നത് അല്ലേ? കഠിന പരിശ്രമത്തിലൂടെയാണ് അവരൊക്കെ വിജയത്തിലെത്തുന്നത്. അപ്പം നമുക്ക് പരിശ്രമം ആവശ്യമാണ്. പരിശ്രമത്തിലൂടെ മാത്രമേ നമ്മൾ വിജയത്തിൽ എത്തുള്ളൂ. ഇനി ഇങ്ങനെ പരിശ്രമിച്ച് വിജയത്തിലെത്തിയ ഒരാളുടെ കൂടെ കഥ പറയട്ടെ. അമേരിക്കയിലെ ടെന്നീ സംസ്ഥാനത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് റോബർട്ട് അലൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ വേർപിരിഞ്ഞു. പിന്നെ അമ്മ വീട്ടിൽ നിന്നാണ് ഈ കുട്ടി പഠിച്ചത്. അപ്പോൾ ഈ കുട്ടിയെ പഠിപ്പിക്കണമെന്നൊന്നും ഈ ഗ്രാൻഡ് പേരൻസിന് തോന്നിയില്ല. അവർ ചില കൈത്തൊഴിലുകളൊക്കെ മാത്രം ഇവനെ പഠിപ്പിച്ചു. കാരണം കുടുംബം അത്ര സമ്പന്നമായിരുന്നില്ല. അങ്ങനെയൊക്കെ പഠിക്കാനുള്ള ചാൻസ് ഒന്നും ഈ കുട്ടിക്ക് കിട്ടിയില്ല. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ ഇവൻ്റെ കയ്യിൽ ഒത്തിരി കഥാപുസ്തകങ്ങളുണ്ടായിരുന്നു. ഈ കഥാപുസ്തകങ്ങൾ വായിക്കാനായിട്ട് ഇവൻ്റെ കൂട്ടുകാർ ഇവനെ സഹായിച്ചു. അങ്ങനെ അക്ഷരങ്ങൾ ഇവന് ചിലതൊക്കെ പഠിച്ചു. നമുക്കൊക്കെ അങ്ങനത്തെ ഗതികേട് വന്നിട്ടുണ്ടോ? കൂട്ടുകാരുടെ അടുത്ത് നിന്ന് അക്ഷരം പഠിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? ഇല്ല. ഈ കൂട്ടുകാരുടെ അടുത്തിരുന്ന് ഇവന് അവൻ്റെ ആ പരിശ്രമമാണ്. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനായിട്ട് കുട്ടി പഠിച്ചു. എന്നിട്ട് ഇവന് വളർന്നു. ഇവൻ്റെ ഈ ജോലി, ചെറിയ ഒരു കുഞ്ഞു ജോലി, കൈത്തൊഴിലൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ ജോലി സമയത്ത് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ കിട്ടുന്ന പുസ്തകങ്ങൾ മുഴുവൻ ഇവനെ ലൈബ്രറിയിലൊക്കെ പോയിരുന്ന് വായിച്ച് ഒരുപാട് അറിവ് സമ്പാദിച്ചു. അങ്ങനെ സ്കൂളിലൊന്നും പോകാതെ 32ാമത്തെ വയസ്സിൽ ഈ യുവാവ് കോളേജ് പഠനത്തിലുള്ള യോഗ്യതാ പരീക്ഷ നേടി. ഒന്നും പഠിക്കാതെ പെട്ടെന്ന് നമുക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റില്ല. അതിന് ഒരു പരീക്ഷയൊക്കെ പാസ്സാവണം. അങ്ങനെ ആ കുട്ടി കോളേജ് പഠനത്തിലുള്ള ഒരു യോഗ്യതാ പരീക്ഷ പാസ്സായി. 1981 ടെന്നീസിലെ ബദൽ കോളേജിൽ ചേർന്ന് യുവാവ് പഠനം ആരംഭിച്ചു. 1991 ലിറ്ററേച്ചറിൽ ഡോക്ടർ ബിരുദമുള്ള ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകനായി യുവാവ് മാറി. സാഹിത്യത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രതിഭയുമായി മാറി. സാഹചര്യങ്ങൾ കിട്ടിയോ? പിന്നെ എന്തായി കുട്ടി അവിടെ എത്തിച്ചത്? പരിശ്രമം അല്ലേ? പരിശ്രമത്തിലൂടെ മാത്രമാണ് ഈ കുട്ടി അവിടെ വരെ എത്തിച്ചേർന്നത്. അപ്പം നമ്മൾ പരിശ്രമിച്ചാൽ മാത്രം പോരാ, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിനുള്ള എല്ലാ ശക്തിയും നമ്മുടെ പുറകിൽ നിന്ന് ആര് തരും? നമുക്ക് ആര് തരുന്നേ? ദൈവം. നമ്മുടെ ഭാഗത്തുനിന്ന് അധ്വാനിക്കണം. ഒന്നും അധ്വാനിക്കാതെ ദൈവമെല്ലാം തന്നോളൂ എന്ന് വിചാരിച്ചാൽ ശരിയാവോ? ഇല്ല. നമ്മുടെ പിന്നിൽ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പിന്നിൽ ആരുണ്ട്? ദൈവമുണ്ട്. മടിയന്മാരുടെ കൂട്ടത്തിൽ ദൈവമുണ്ടോ? ഇല്ല. പഠിക്കാത്തവരുടെ കൂട്ടത്തിൽ ദൈവമുണ്ടോ? ഇല്ല. ദൈവം എല്ലാവരുടെയും കൂട്ടത്തിലുണ്ട്, ഇറങ്ങിപ്പോകുന്നില്ല. പക്ഷേ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. ദൈവം എല്ലാവരുടെയും കൂട്ടത്തിലുണ്ട് കേട്ടോ. മടിയനാന്ന് വിചാരിച്ചിട്ട് ഒരു മടിയൻ്റെ കൂടെ ദൈവം ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ല. ദൈവമുണ്ട്. പക്ഷേ അവർക്ക് ദൈവം പ്രവർത്തിക്കാനുള്ള അവസരം അവർ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇനി ഈ ലക്ഷ്യത്തിലുള്ള 3 കാര്യങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞേ. ആഗ്രഹം, ആത്മവിശ്വാസം, പരിശ്രമം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലക്ഷ്യത്തിലെത്താൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ എപ്പോഴും നല്ലതായിരിക്കണം. നമുക്ക് നന്നായി മാർക്ക് മേടിക്കത്തില്ലേ? പഠിക്കണമെന്നുണ്ടോ? ഉണ്ട്. പഠിക്കാതെ മാർക്ക് മേടിക്കുന്നവരുണ്ടല്ലോ. അതെങ്ങനെയാ? ആ വിദ്യയൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല? വിദ്യ പഠിക്കണ്ട കേട്ടോ. നിങ്ങൾ അങ്ങനത്തെ വിദ്യയൊന്നും പഠിക്കണ്ട. പക്ഷെ അങ്ങനത്തെ വിദ്യ ചെയ്ത് ജയിക്കുന്നവരുണ്ട്. അതെന്താ അറിയാം നിങ്ങൾക്ക്? കൊച്ചത്തിൽ പറഞ്ഞോ? കോപ്പിയടി. അത് ലക്ഷ്യത്തിലെത്തുന്ന ആ മാർഗം സ്വീകരിക്കുന്നത് നല്ലതാണോ? നമ്മൾ പഠിച്ചു തന്നെ ജയിച്ചാൽ മതി. തിരഞ്ഞെടുക്കുന്ന വഴികൾ നല്ലത്. 0 കിട്ടിയാൽ 0 അല്ലേ? മാർക്ക് മേടിക്കാതിരിക്കുന്ന, ഒരുപാട് മാർക്ക് മേടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കോപ്പി അടിച്ച് മാർക്ക് മേടിക്കുന്നതിലും നല്ലത് കോപ്പി അടിക്കാതെ 0
മേടിക്കുന്നതാണ്. അപ്പം ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗ്ഗങ്ങൾ എപ്പോഴും നല്ലതായിരിക്കണം. സ്പോർട്സുകാർ ഓട്ടം, സ്കൂളിൽ ഓട്ട മത്സരം വെച്ചു, നമ്മളങ്ങ് ഫിനിഷിങ് പോയിന്റിൻ്റെ അടുത്തെത്തിയപ്പോൾ നമ്മുടെ തൊട്ട് എതിരാളി ഇതേ വേറൊരു കുട്ടിങ്ങ് വന്നേക്കുന്നു. അറിയാതെ അവൻ്റെ കാലിൻ്റെ ഒരു തട്ട് തട്ടി അവനെ വീഴ്ചിട്ടു, നമ്മൾ വിജയത്തിലെത്തി. ശരിയാണോ മാർഗം? അല്ല. ലക്ഷ്യത്തിലെത്താൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ എപ്പോഴും നല്ലതായിരിക്കണം. പിന്നെ ഇതാണ് ഇങ്ങനെ ഈ മാർഗങ്ങൾ എപ്പോഴും നല്ലതാണെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടായിരിക്കും. നമുക്ക് ഇത് നമ്മുടെ ഭൗതിക ലക്ഷ്യം. ഞാൻ പഠിച്ചു വലിയ ഡോക്ടറാവും, ഞാൻ പഠിച്ചു വലിയ ടീച്ചറാവും, ഞാൻ വലിയ ആളാവും, അച്ഛനാവും, സിസ്റ്ററാവും, അല്ലേ? ഇങ്ങനെയൊക്കെ പറയും. ഇനി ഇത് നമ്മുടെ ഭൗതികമായ ലക്ഷ്യങ്ങൾ. ഇനി നമുക്ക് ആത്മീയമായൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ ആരിലെത്തിച്ചേരണ്ടേ? ഏറ്റവും അവസാനം ആരിലെത്തിച്ചേരണ്ടേ? ദൈവത്തിലെത്തിച്ചേരണം, അല്ലേ? നമുക്ക് ഈശോയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് ജനിച്ചേക്കുന്നത്. ഇനി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ലക്ഷ്യത്തിലെത്താൻ നല്ല മാർഗങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തു. നമ്മുടെ ആഗ്രഹം നല്ലത്, നമ്മുടെ പ്രയത്നം നല്ലത്, ഇങ്ങനെ അങ്ങ് നമ്മൾ സ്മൂത്തായിട്ട് ഈ ഭൂമിയിലൂടെ അങ്ങ് ജീവിച്ചങ്ങ് നീങ്ങി പോവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ ആരിലെത്തിച്ചേരും? ഈശോയിലെത്തിച്ചേരും. അതിന് വല്ല വ്യത്യാസമുണ്ടോ? ഈശോയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ. എന്തായിരുന്നു ലക്ഷ്യം? ഈശോയ്ക്ക് ഒരു ലക്ഷ്യമില്ല, ചുമ്മാ വന്നിട്ട് പോയതാണോ? മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനായിട്ടാണ് ഈശോ വന്നല്ലേ? ഉറപ്പില്ലേ? എങ്ങനെയാ ഈശോ പരിഹാരം ചെയ്തേ? കുരിശിൽ മരിച്ച്, അല്ലേ? ഈശോ ആ ലക്ഷ്യത്തോടുകൂടി വന്നു, ഈശോ അങ്ങനെ ജീവിച്ചു. ആ ലക്ഷ്യം ഈശോ ഭൂമിയിൽ പൂർത്തിയാക്കി, അല്ലേ? അപ്പൊ ഈശോ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈശോ ചിന്തിച്ചതും പ്രവർത്തിച്ചതും പറഞ്ഞതും ഒക്കെ എന്തായിരുന്നു? നല്ലതല്ലേ? അല്ലേ? ഈശോ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മാർഗങ്ങളൊക്കെ നല്ലതായിരുന്നു, അല്ലേ? ഈശോ നടന്ന വഴികൾ നല്ലത്, ഈശോ ചിന്തിച്ച കാര്യങ്ങൾ നല്ലത്, ഈശോ പ്രവർത്തിച്ചത് നല്ലത്, ഈശോ പറഞ്ഞത് നല്ലത്. അപ്പോൾ ഈശോ ദൈവം പിന്നെ എന്ത് ലക്ഷ്യത്തോടുകൂടി വന്നു ആ ലക്ഷ്യം പൂർത്തിയാക്കി, അല്ലേ? ഭൂമിയിൽ. ഇനി നമ്മൾ എന്ത് ചെയ്താലും അത് ആര് കാണുന്നുണ്ടെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ദൈവം നമ്മളെ കാണുന്നുണ്ടല്ലേ? നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു ഒക്കെ ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ ഒരു ഗ്രീക്ക് കൊത്തുപണിക്കാരനായിരുന്നു ഫിഡിയസ്. അദ്ദേഹം ആർട്ടമീസ് ദേവതയുടെ മനോഹരമായൊരു പ്രതിമ കൊത്തിയെടുത്തു. ഒരു മാർബിൾ കഷ്ണത്തിലാണ് കൊത്തിയെടുത്തത്. അപ്പം നിലത്ത് നിന്ന് 300 അടി മുകളിലുള്ള ഒരു മാർബിൾ ഭിത്തിയിൽ ചാരി വയ്ക്കാനായിട്ടായിരുന്നു ഈ പ്രതിമ നിർമ്മിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രതിമയുടെ പൂർണ്ണത ഈ താഴെ നിൽക്കുന്നവർക്ക് ആർക്കും കാണാൻ പറ്റില്ല, കാരണം ഒരുപാട് ഉയരത്തിലായത്. പക്ഷേ ഈ ഫിഡിയസ് ഈ പ്രതിമയുടെ തലമുടിയുടെ ചുരുള് പോലും വളരെ മനോഹരമായിട്ട് കഠിനാധ്വാനം ചെയ്താണ് കൊത്തി ഇങ്ങനെ പണിതുകൊണ്ടിരുന്നത്. അപ്പോൾ താഴെ നിന്ന് ഈ മനുഷ്യൻ്റെ ഭയങ്കരമായ പ്രയത്നം കണ്ടിട്ട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഇത്ര അധ്വാനിക്കുന്ന എന്തിനാ? കാരണം ആരും ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് ഈ പ്രതിമയുടെ തലമുടിയൊന്നും കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്തിനാ ഇത്ര മനോഹരമായിട്ട് നിർമ്മിക്കുന്നേ? ഒരു ഏകദേശം ഒരു രൂപത്തിൽ അങ്ങോട്ട് നിർമ്മിച്ചാൽ പോരെ. അപ്പോൾ അയാൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, ആര് കണ്ടില്ലെങ്കിലും ദൈവം ഇത് കാണും. ചെയ്യുന്ന പണിയോടുള്ള വിശ്വസ്തത. ആര് കണ്ടില്ലെങ്കിലും ആര് കാണും? ദൈവം കാണും. അപ്പം നമ്മൾ ദൈവം കാണുമെന്നുള്ള വിചാരത്തോടെ നല്ലൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ വിചാരിച്ച് നന്നായി ആഗ്രഹിച്ച് നന്നായി കഠിനാധ്വാനം ചെയ്ത് നമ്മൾ നല്ല കോൺഫിഡൻസോടുകൂടി നമ്മൾ ജീവിച്ചാൽ ദൈവം നമ്മളെ എവിടെ എത്തിക്കും? സ്വർഗത്തിലെത്തിക്കും, നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കും. നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം ഏതാണ്? ഈശോ, അല്ലേ? ഈശോയിൽ നമ്മളെ എത്തിക്കും. ഈശോയിൽ എത്തിച്ചേരണ്ടേ എല്ലാവർക്കും? ഈശോയോട് നമുക്ക് ഈ ആവശ്യം പറയാം, പ്രാർത്ഥിക്കാം. എന്നാ എല്ലാവരും ഒന്ന് കൈവപ്പ് പിടിച്ചിട്ട് കണ്ണടച്ച് നിന്നേ. ഈശോയുടെ കയ്യിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ആഗ്രഹത്തെ നമുക്ക് സമർപ്പിക്കാം. ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കഠിനാധ്വാനം ചെയ്യുവാനായിട്ട് നല്ല കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമ്മളെ സഹായിക്കണമേ എന്ന് ഈശോയുടെ മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ സദാസമയം ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മാലാഖമാരോടൊപ്പം നമുക്കും നൃത്തം ചെയ്ത് പാടി സ്തുതിക്കാം. നിങ്ങൾക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണോ?
പാട്ട് പഠിക്കാൻ ഇഷ്ടമല്ലേ? ഈശോയെ കുറിച്ചുള്ള ഒരു പാട്ട് നമുക്ക് പഠിച്ചാലോ? എന്നാ ക്ലാരി സിസ്റ്ററിനെ ഞാൻ വിളിക്കാം. ക്ലാരി സിസ്റ്റർ നിങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരും കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു പാട്ട്, ഈശോയെ പറ്റിയുള്ളൊരു പാട്ട് പഠിക്കാം. ഉറക്കെ പാടണേ. പാടാല്ലേ? തെന്നി തെന്നി വെള്ളം മേലെ, തെന്നി തെന്നി വെള്ളം മേലെ, പായുന്ന വള്ളം പോലെ, പായുന്ന വെള്ളം പോലെ, സ്വർഗം നോക്കി ലോകമെന്നും നീങ്ങണം, സ്വർഗം നോക്കി ലോകമെന്നും നീങ്ങണം, ഈശോയാകും ലക്ഷ്യം നോക്കി പായണം, ഈശോയാകും ലക്ഷ്യം നോക്കി പായണം. തെന്നി തെന്നി വെള്ളം മേലെ, തെന്നി തെന്നി വെള്ളം മേലെ, പായുന്ന വള്ളം പോലെ, പായുന്ന വെള്ളം പോലെ, സ്വർഗം നോക്കി ലോകമെന്നും നീങ്ങണം, സ്വർഗം നോക്കി ലോകമെന്നും നീങ്ങണം. തെന്നി തെന്നി വെള്ളം മേലെ, പായുന്ന വള്ളം പോലെ, സ്വർഗം നോക്കി ലോകം മേൽ നാം നീങ്ങണം, ഈശോയാകും ലക്ഷ്യം നോക്കി പായണം. തുള്ളി തുള്ളി വെള്ളം പെരുകി പെരുകി പെയ്യും പെരുമഴ പോലെ, ഇത്തിരി ഇത്തിരി നന്മകൾ ഒത്തിരിയായിടും. തെന്നി തെന്നി വെള്ളം മേലെ, പായുന്ന വള്ളം പോലെ, സ്വർഗം നോക്കി ലോകം മേൽ നാം നീങ്ങണം, ഈശോയാകും ലക്ഷ്യം നോക്കി പായണം. തുള്ളി തുള്ളി വെള്ളം പെരുകി പെരുകി പെയ്യും പെരുമഴ പോലെ, ഇത്തിരി ഇത്തിരി നന്മകൾ ഒത്തിരിയായിടും. വള്ളം പോണം, വള്ളം മേലെ വെള്ളം പോയാൽ, വെള്ളം കയറും വള്ളം തകരും പൊടി പൊടിയാ. വെള്ളം മേലെ വള്ളം പോണം, വള്ളം മേലെ വെള്ളം പോയാൽ, വെള്ളം കയറും വള്ളം തകരും പൊടി പൊടിയായി. ഇന്റർനെറ്റും മോശം സൈറ്റും പോലെ പല പല വെള്ളം കയറി, ജീവിതമാകും വള്ളം തരികിടയാക്കല്ലേ. ഇന്റർനെറ്റും മോശം സൈറ്റും പോലെ പല പല വെള്ളം കയറി, ജീവിതമാകും വള്ളം തരികിടയാക്കല്ലേ. തെന്നി തെന്നി വെള്ളം മേലെ, പായുന്ന വള്ളം പോലെ, സ്വർഗം നോക്കി ലോകം മേൽ നാം നീങ്ങണം, ഈശോയാകും ലക്ഷ്യം നോക്കി പായണം. തുള്ളി തുള്ളി വെള്ളം പെരുകി പെരുകി പെയ്യും പെരുമഴ പോലെ, ഇത്തിരി ഇത്തിരി നന്മകൾ ഒത്തിരിയായിടും. ഷോപ്പുകളെല്ലാം ഷാപ്പുകളാക്കി, ലഹരി വിളമ്പും പാൻപരാഗും, ഹാൻസും കറുമുറ കറുമുറ തിന്ന് നടക്കല്ലേ. ഷോപ്പുകളെല്ലാം ഷാപ്പുകളാക്കി, ലഹരി വിളമ്പും പാൻപരാഗും, ഹാൻസും കറുമുറ കറുമുറ തിന്ന് നടക്കല്ലേ. വർണ്ണക്കടലാസുള്ളിലൊളിക്കും കൊലയാളികളെ സൂക്ഷിച്ചില്ലേൽ, മുക്കിൽ പഞ്ഞിയും കാലിൽ ഷൂസും ഫ്രീയാണേ. വർണ്ണക്കടലാസുള്ളിലൊളിക്കും കൊലയാളികളെ സൂക്ഷിച്ചില്ലേൽ, മുക്കിൽ പഞ്ഞിയും കാലിൽ ഷൂസും ഫ്രീയാണേ. തെന്നി തെന്നി വെള്ളം
വെള്ളം മേലെ പായുന്ന വള്ളം പോലെ സ്വർഗം നോക്കി ലോകം എല്ലാം നീങ്ങണം. ഈശോയാകും ലക്ഷ്യം നോക്കി പായണം. തുള്ളി തുള്ളി വെള്ളം പെരുകി പെരുകി പെയ്യും പെരുമഴ പോലെ ഇത്തിരി ഇത്തിരി നന്മകൾ ഒത്തിരിയായിടും. ഇങ്ങനെയാ മക്കളെ നമ്മുടെ ജീവിതം. ഓരോ ദിവസവും നമ്മൾ ജീവിച്ചു തീർക്കുമ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിലും പഠന മേഖലകളിലും എവിടെയായാലും നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും അല്ലേ? ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ പറ്റുള്ളൂ. ശരിയല്ലാത്ത മാർഗങ്ങൾ, സത്യസന്ധതയില്ലാത്ത മാർഗങ്ങളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ ഒക്കെ കാണിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒന്നും കാണിക്കാതെ നല്ല വിശുദ്ധരായ കുട്ടികളായിട്ട് ജീവിക്കണം.